കോൺട്രാക്ട് മാരേജ് ഭാഗം 45 റൈറ്റൻ ബൈ റോസ്. നിനക്കെന്നെ ഇഷ്ടമല്ലേ ഭദ്രേ? മാരേജ് കോൺട്രാക്ട് പോലെയാണോ നീ ഇപ്പോൾ എന്നെ കാണുന്നത്? ഇനി 2 മാസം പോലുമില്ല നമുക്കിടയിലെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ. അവൻ പറയുന്നതൊക്കെ കേട്ടവളുടെ ഹൃദയമിടിപ്പ് ഉച്ചത്തിലായി. അവനോട് എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ കുഴങ്ങിയവൾ. അവൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് തൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ ഭദ്രകൊച്ചേ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിങ്ങൾ തന്നെ എല്ലാം പറയുമല്ലേ, ഞാനിങ്ങനെ കേട്ടിരിക്കാം. എന്നിട്ട് നാളെ രാവിലെ ഇതൊന്നും പറഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഭാവത്തിൽ പെരുമാറാം. നീ അത് വിട്. എന്നിട്ട് ഞാനിപ്പോൾ ചോദിച്ചത് പറ. കാര്യം 1 വർഷത്തേക്ക് എനിക്കൊരു പെണ്ണിനെ വേണമായിരുന്നു. അങ്ങനെയാണ് നിന്നെ എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടി വന്നത്. ഒട്ടും അംഗീകരിക്കാനോ നിന്നെ മനസ്സുകൊണ്ട് എൻ്റെ നിന്ന് കാണാനോ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നിട്ടിപ്പോഴോ? അവൾ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഇപ്പോൾ എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല, പ്രത്യേകിച്ച് നിങ്ങളായതുകൊണ്ട് ഒട്ടും അറിയില്ല. ആഹാ, അവൻ ഉറക്കെ ചിരിച്ചു. ഒന്ന് പതുക്കെ. മസിലും പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ ചിരി കേട്ടാൽ താഴെയും നിങ്ങളുടെ വീട്ടുകാർ ഓടി വരും. ആര് വേണേൽ വന്നോട്ടെ, ഇതിനകത്ത് കയറണേൽ എൻ്റെ അനുവാദം വേണം. അതിവിടെയുള്ളവർക്ക് നന്നായി അറിയാം. ശരി ശരി, ഒന്ന് എഴുന്നേൽക്കാമോ? നിനക്കെന്താ ഞാനിവിടെ കിടന്നാൽ? ഇങ്ങനെയാണോ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കെട്ടിയന്മാരോട്? ആര്, നിങ്ങളോ? വെറുതെ ഒപ്പിട്ടാൽ മാത്രം കെട്ടിയാനാകുമോ? അതും നമ്മളെങ്ങനെ ഒപ്പിട്ടതെന്ന് മറന്നുപോയോ? എങ്ങനെ ഒപ്പിട്ടാലും എന്താ, ഇപ്പോൾ നമ്മൾ തമ്മിൽ നല്ല അടുപ്പമല്ലേ? എൻ്റെയല്ലേ നീ? അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവൾ അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി. അതെ, എനിക്ക് ഉറങ്ങണം. അതിനെന്താ, നമ്മൾ ഒരുമിച്ചല്ലേ ഉറങ്ങുന്നേ? അത് കേട്ടവൾ മറുപടി പറഞ്ഞില്ല. നീ കഴിച്ചായിരുന്നോ? അമ്മയൊക്കെ നിൻ്റെ കൂടെ ഇരുന്നാണോ കഴിച്ചേ? അല്ല, അവരൊക്കെ കഴിച്ചിട്ട് പോയിട്ടാ ഞാൻ ഇരുന്നത്. അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഇനി എണീറ്റ് പോയാലോ എന്ന് കരുതി. കഴിക്കാൻ ചെന്നപ്പോൾ കല്യാണി എന്തെങ്കിലും പറഞ്ഞോ നിന്നെ? അവളല്ലേ ചോറൊക്കെ എടുത്തു തന്നത്? അല്ല, ഞാൻ അവരെ ഒന്നും നോക്കാൻ കൂടി പോയില്ല. അടുക്കളയിൽ പോയി ചോറെടുത്ത് കഴിച്ചിട്ടിങ്ങ് പോന്നു. എന്നെ കണ്ടാൽ ഇവിടെയുള്ള ജോലിക്കാരിക്ക് പോലും ദഹിക്കില്ലല്ലോ. എനിക്ക് പക്ഷേ അങ്ങനെയല്ലല്ലോ. നീ ഇവിടുത്തെ രാജാവിൻ്റെ റാണിയല്ലേ, പിന്നെ എന്താ ആരും നിന്നെ ഒന്നും പറയില്ല. എനിക്കിങ്ങനത്തെ തമാശ കേൾക്കാൻ വയ്യ. എഴുന്നേറ്റ്, ഇപ്പോൾ തന്നെ സമയം കുറേയായി. എടി പെണ്ണെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇന്ന് തന്നെ ഇതൊക്കെ പറയണം. നമുക്ക് ശരിക്കും കല്യാണം കഴിക്കാം? ശിവൻ്റെ ചോദ്യം കേട്ടവൾ കണ്ണു മിഴിച്ചവനെ നോക്കി. ശിവൻ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ഇരുന്നു. എന്താ? നീ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? നമുക്ക് ശരിക്കും താലിയൊക്കെ കെട്ടി കല്യാണം കഴിക്കാമെന്ന്. ഭദ്ര ഒരു നിമിഷം അവൻ പറയുന്നത് കേട്ട് തറഞ്ഞിരുന്നു. അവൻ്റെ നാവിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കേട്ടതിൻ്റെ ഷോക്കായിരുന്നു അവളിൽ. പറ ഭദ്രേ. അതെനിക്ക്. അപ്പോൾ ശിവേട്ടൻ്റെ കാമുകിയോ? അവൻ്റെ മുഖത്ത് ഞൊടിയിടയിൽ ഒരു കള്ളത്തരം തെളിഞ്ഞു. അപ്പോൾ അതും കള്ളമായിരുന്നോ? അങ്ങനെ ഒരാളില്ലേ? ഇല്ലെന്നവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ തന്നെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. നിങ്ങളാൾ കൊള്ളാമല്ലോ. അപ്പോൾ നീ അർജുൻ കാര്യം പറഞ്ഞതോ? ശിവൻ ഉടനടി പറഞ്ഞതും ഭദ്ര ഒരു നിമിഷം എന്തോ ആലോചിക്കും പോലെ ഇരുന്നു. ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല. ഓഹോ, അങ്ങനെയാണേലും അല്ലേലും അവനോട് പോയി പണി നോക്കാൻ പറ. അല്ലെങ്കിൽ അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. എൻ്റെ സ്വഭാവം അറിയാലോ. അവനൊക്കെ ശരിക്കും വാങ്ങിച്ചേ പോകൂ എന്നാണേൽ. ഭദ്രേ. അവൻ്റെ ഗൗരവത്തിലുള്ള വിളി കേട്ടതും അവളും സീരിയസായി അവനെ ശ്രദ്ധിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ ജന്മം എൻ്റെ ഭാര്യയായി നിന്നെ എനിക്ക് വേണം. ഇതുവരെയുള്ളതിൽ നല്ലതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തു കളഞ്ഞ് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. എനിക്കൊന്ന് ആലോചിക്കണം. അത് വെറുതെ. നിനക്കെന്നെ ഇഷ്ടമല്ലേ, എനിക്കറിയാം. അവളുടെ മുഖത്തൊരു ചിരി പതിയെ വിടർന്നു വരുന്നുണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ച കാര്യമാണ് അവൻ പറയുന്നത്. സന്തോഷം കൊണ്ട് മനസ്സ് തുള്ളിച്ചാടുന്നുണ്ട്. പക്ഷേ അത് പുറമേ കാണിച്ചില്ലവൾ. സത്യം പറ, നീ ഒരുപാട് ആഗ്രഹിച്ചില്ലേ എൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ കേൾക്കാൻ? ഭദ്ര പതിയെ തലയാട്ടി. അവനോട് ഇനിയും ഒളിച്ചു വെക്കാൻ അവൾക്ക് പറ്റില്ലായിരുന്നു. അവൻ എങ്ങനെയും തൻ്റെ മനസ്സിൽ നിന്ന് ചുഴന്നെടുക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനിയും ഒളിപ്പിച്ചു വെക്കാതെ പറഞ്ഞത്. മതി, ഇത്രയും കേട്ടാൽ മതി. എത്ര ദിവസമായി ഞാൻ കാണുന്നെന്നോ നിൻ്റെ മനസ്സ്? കണ്ടിട്ടും കാണാതെ നടന്നത് ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് 2 പേർക്കും ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയാ. വളരെ ഓപ്പണായി അവൻ പറഞ്ഞതും അവളുടെ മനസ്സും മുഖവും തെളിഞ്ഞു. കുറച്ചു നാളായി മനസ്സിനെ ബാധിച്ച കാർമേഘം ഒഴിഞ്ഞു പോയതുപോലെ. സന്തോഷമാണോ അതോ അതിനേക്കാൾ മുകളിൽ എന്തേലും ഉണ്ടെങ്കിൽ അതാണോ എന്നറിയില്ല. അങ്ങനെയൊരവസ്ഥ. എന്താ, ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസം വരുന്നില്ലേ? നീ നോക്കിക്കേ, നിന്നോട് ആദ്യം സംസാരിച്ച ആളാണോ ഞാനിപ്പോൾ?
എനിക്ക് തന്നെ ഒരുപാട് മാറ്റം വന്നതുപോലെ തോന്നുന്നില്ലേ നിനക്ക്? നിൻ്റെ അടുത്താണേൽ ഗൗരവത്തോടുള്ള എൻ്റെ പെരുമാറ്റമൊക്കെ കുറഞ്ഞില്ലേ? ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, എപ്പോഴാ ഇങ്ങനൊരു ഇഷ്ടം എന്നോട് തോന്നി തുടങ്ങിയത്? അവൾക്കതറിയാൻ ആയിരുന്നു കൂടുതൽ ആകാംക്ഷ. അവൻ എപ്പോഴോ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്ന്. നിൻ്റെ അമ്മ മരിച്ചില്ലേ, ആ നിമിഷം നീ തനിച്ചായില്ലേ? ആ ദിവസം എനിക്ക് നിന്നോട് സഹതാപമോ അലിവോ അങ്ങനെ എന്തോ ഒന്ന് തോന്നിയിരുന്നു. നീ എന്തിനു വേണ്ടിയാ എൻ്റെ ഭാര്യയായതെന്നോ ഓർത്തപ്പോൾ തന്നെ നിന്നെ തനിച്ചാക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. അങ്ങനെയാ അന്ന് ഹോസ്റ്റലിൽ വരുന്നത്. നിന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കൂടിയാ ഞാൻ നിന്നെ കൊണ്ടുവന്നതെന്ന് പതിയെ പതിയെ എനിക്ക് മനസ്സിലായി. ദിവസങ്ങൾ കഴിയുന്തോറും ഒറ്റയ്ക്ക് ജീവിച്ചെനിക്ക് നിൻ്റെ അടുപ്പവും സ്നേഹവുമൊക്കെ ഒരു പുതിയ ജീവിതം തരുവാണെന്ന് പറയാം. ഞാൻ പോലും അറിയാതെ നിന്നെ ഞാൻ എപ്പോഴൊക്കെയോ സ്നേഹിച്ചു പോയി. പലതവണ നിന്നോട് ഞാൻ സ്നേഹം കാണിച്ചു വന്നതൊക്കെ എനിക്കൊട്ടും നിയന്ത്രിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ്. അത്രയ്ക്കിഷ്ടം തോന്നിയതുകൊണ്ടാണ്. ഒരു കല്യാണം പോലും വേണ്ടെന്ന് കരുതി നിന്ന എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നപ്പോൾ മുതൽ ഒറ്റയ്ക്കുള്ള ജീവിതത്തേക്കാൾ ഈ ജീവിതമാണ് സന്തോഷമെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ ഇനി എൻ്റെ അടുത്ത് നിന്ന് കൈവിട്ട് കളയാനും. ശിവൻ അവളുടെ മടിയിൽ നിന്ന് എണീറ്റ് അവൾക്കടുത്തേക്കിരുന്നു. അവൾക്ക് അഭിമുഖമായി ഇരുന്നത് കണ്ടു. എല്ലാം കേട്ട് കണ്ണ് നിറച്ചിരിക്കുന്നവളെ. ഏയ്, താൻ കരയുവാണോ? ഞാൻ പെട്ടെന്ന് ഇരു തള്ളവിരൽ കൊണ്ടും അവളുടെ കണ്ണുകൾ തുടച്ചവൻ. കരയരുത്, നീ കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. വേറെ എന്തും ഞാൻ സഹിക്കും. എബിൻ, നിന്നെ തട്ടിക്കൊണ്ടുപോയ ദിവസം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയൂ. ഒന്നും നിന്നോട് തുറന്നു പറയാതെ ഉള്ളിൽ അങ്ങനെ വെച്ചു. പലപ്പോഴും നിന്നോട് ഒറ്റയ്ക്ക് പുറത്തേക്ക് എങ്ങനെ പോകണമെന്ന് പോലും പറഞ്ഞത് ആരെങ്കിലും നിന്നെ അന്നത്തെ പോലെ എന്തേലും ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടാ പെണ്ണെ. അവളുടെ ഇരു കവിളിലും കൈവച്ചവൻ അവളെ തന്നെ നോക്കി. ചില ഇഷ്ടങ്ങൾ ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ ആഴം അറിയണമെങ്കിൽ ജീവിച്ച് കാണിക്കണം. നമുക്ക് ജീവിക്കണ്ടേ പെണ്ണെ? ഈ തവണ ഭദ്ര നിറഞ്ഞ മനസ്സോടെ തലയാട്ടി. അല്ലെങ്കിലും അവനിൽ നിന്നിങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ കൊതിച്ചു നിന്നവൾക്ക് മറ്റൊരു അഭിപ്രായം കാണില്ലല്ലോ. മനസ്സിൽ ശിവൻ്റെ വീട്ടുകാരുടെ മുഖമൊക്കെ വന്നെങ്കിലും അവനേക്കാൾ വലുത് അല്ലായിരുന്നു അതൊന്നും. അവർക്കെല്ലാം അറിയാം ഞാൻ ശിവേട്ടൻ്റെ ഭാര്യയാണെന്ന്. ഇനിയിപ്പം അതങ്ങനെ തന്നെ ആയാലെന്താ? എനിക്കെന്തായാലും ഈ മനുഷ്യൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. തിരികെ സ്നേഹിക്കുന്നുണ്ടെന്ന് കൂടി അറിഞ്ഞതോടെ വിട്ടുകളയാൻ കഴിയില്ല ഇനി. മറ്റൊന്നും ഓർക്കാതെ ഭദ്ര അവനെ ഇറുകിപ്പുണർന്നു. അവളുടെ സന്തോഷവും ഇതുവരെ അനുഭവിച്ച മാനസിക വിഷമങ്ങളും ഒറ്റപ്പെടലും എല്ലാം ഒരു കരച്ചിലായി പുറത്തേക്കൊഴുക്കിയവൾ. ഇനി ഞാൻ ഒരിക്കലും തനിച്ചല്ല എന്നത് അവളുടെ മനസ്സിന് പുതിയൊരു ധൈര്യം കൊടുത്തു. ഭദ്ര കരയുവാണെന്ന് മനസ്സിലായതും ശിവൻ അവളുടെ പുറത്ത് മെല്ലെ തഴുകിവിട്ടു. പാവം, അവളുടെ എല്ലാ സങ്കടങ്ങളും ഇന്നത്തോടെ അവസാനിക്കട്ടെ. ഇനി ഒരിക്കലും അവൾ കരയേണ്ടി വരില്ല. ആരെയും കൊണ്ട് അതിന് അനുവദിക്കുകയുമില്ല ഞാൻ. എൻ്റെയാണ്. എൻ്റെ പ്രാണൻ, എൻ്റെ ജീവനും ജീവിതവുമൊക്കെ നീയാണ് ഭദ്രേ. ഇനി നീയില്ലാതെ ഒരു ജീവിതത്തെപ്പറ്റി എനിക്ക് ഓർക്കാൻ കൂടി പറ്റില്ല. അത്രയ്ക്ക് ജീവനായിപ്പോയി. അവളെ അമർത്തി പിടിച്ചുകൊണ്ടവൻ മനസ്സിൽ പറഞ്ഞു. കുറച്ചുകൂടി മുന്നേ അവളോട് തുറന്ന് സംസാരിക്കേണ്ടതായിരുന്നെന്ന് അവന് തോന്നി. ചിലപ്പോൾ ദൈവം ഇതായിരിക്കും തങ്ങൾക്കിടയിൽ ഇതൊക്കെ പറയാൻ കരുതി വെച്ച ദിവസം. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയും പോലെ. അത്ര വല്ല ദൈവവിശ്വാസിയല്ലാത്ത ശിവൻ ചിന്തിച്ചത് അങ്ങനെയാണ്. മതി പെണ്ണെ, മതി കരഞ്ഞത്. തന്നിൽ നിന്ന് അടർത്തി മാറ്റിയവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയവൻ. ഇനി കരയല്ലേ? ഇല്ലെന്നവൾ തല ചലിപ്പിച്ചു. ഇനി നിനക്ക് ഒരു സങ്കടവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം നിന്നെ, എൻ്റെ ജീവനുള്ള കാലം വരെ. അത് കഴിഞ്ഞ് നിനക്ക് ജീവിക്കാനുള്ളത് ഈ ശിവൻ്റെ കയ്യിലുണ്ട്. ഇനി ഒരിക്കലും നിനക്കൊരു ബുദ്ധിമുട്ടും ഒരു കാര്യത്തിനും ഉണ്ടാവില്ല. എന്നും നമുക്ക് സന്തോഷമായി ജീവിക്കാം. അല്ല, ആരാ ഈ പറയുന്നേ? കല്യാണം എന്ന് കേട്ടാൽ ദേഷ്യം വരുന്ന ആളോ? ചമ്മിയ മുഖത്തോടെ ശിവൻ അവളെ നോക്കി. ഇങ്ങനെ നോക്കില്ലേ? എന്തൊക്കെയായിരുന്നു എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? ഒന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാത്തിനും കൂടിയുള്ളത് തരുന്നുണ്ട് ഞാൻ, നോക്കിക്കോ. കിടക്കുമല്ലേ അങ്ങോട്ട്. എന്ത് വേണേൽ ചെയ്തോ. എന്നാലും ഇനി നമ്മൾ തമ്മിൽ പിരിയുന്ന കാര്യം ഓർക്കാൻ വയ്യ. അയ്യോടാ സാർ, ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരി വരുന്നുണ്ട്. ഭദ്ര ഉറക്കെ ചിരിച്ചുപോയി. അവളെ നോക്കി അങ്ങനെ അവനിരുന്നു. അവളുടെ സന്തോഷം നിറഞ്ഞ മുഖം അവൻ്റെ മനസ്സ് നിറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങളിതൊക്കെ മറന്നു പോകുമോ? എടി കൊച്ചേ, നല്ല ബോധത്തോടെ തന്നെയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. ആ, ഇതൊക്കെ നാളെ രാവിലെ അറിയാം. എന്നാ ഇന്ന് ഉറങ്ങണ്ട, പോരെ? അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയവൻ പറഞ്ഞതും അവൻ്റെ കണ്ണിൽ നിറയുന്ന പ്രണയം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം താനും അതിൽ അലിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവനിലേക്ക് അലിഞ്ഞു ചേരാൻ അവൾക്ക് വല്ലാത്ത മോഹം തോന്നിപ്പോയി. അവൻ്റെ തുറന്നു പറച്ചിൽ അവളുടെ അതുവരെയുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു.
ഭദ്ര അവൻ്റെ കവളിൽ പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. സ്നേഹത്തോടെയുള്ള അവനുള്ള അവളുടെ ആദ്യത്തെ ചുംബനമായിരുന്നത്. ശിവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്നു.